നമസ്കാരം. ഞാൻ ഹൃതികേഷ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുട്ടികളുടെ സാമൂഹിക വികസനത്തിന് മൂല്യങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കട്ടെ. സംസാരത്തിന്റെയും ഭാഷയുടെയും ശരീരത്തിന്റെയും വികസനം മാത്രമല്ല, ഒരു കുട്ടിയുടെ സാമൂഹിക വളർച്ചയും വളരെ നിർണായകമാണ്. മറ്റുള്ളവരുമായി ഇടപഴകാൻ തുടങ്ങുമ്പോൾ, ആശയവിനിമയം നടത്താൻ തുടങ്ങുമ്പോൾ, സൗഹൃദം സ്ഥാപിക്കാൻ കഴിവ് നേടുമ്പോൾ അവൻ സാമൂഹികമായി വളർന്നു തുടങ്ങി എന്ന് പറയാം. മൂല്യങ്ങൾ എന്നത് ഒരാളുടെ പെരുമാറ്റത്തെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള വിധിയെയും നിർവചിക്കുന്ന തത്വങ്ങളോ മാനദണ്ഡങ്ങളോ ആണ്. അവ വ്യക്തിത്വത്തിന്റെ സത്തയാണ്. വ്യക്തിത്വ ഘടനയിൽ ഒരു കേന്ദ്ര സ്ഥാനം വഹിക്കുന്ന മൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഉള്ളടക്കത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തികളിലും അവന്റെ ലോകത്തോടുള്ള പൊതുവായ മനോഭാവത്തിലും കാര്യമായി സ്വാധീനം ചെലുത്തുന്നു. ഒരു കുട്ടിയുടെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ, മനോഭാവം, വിശ്വാസം എന്നിവയെല്ലാം അവൻ പഠിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആ നിലയ്ക്ക് സംതൃപ്തവും ആധികാരികവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് മൂല്യങ്ങൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. ഭാവിയിലേക്ക് ഒരു അടിത്തറ സൃഷ്ടിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നമ്മെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്. ശരിയെയും തെറ്റിനെയും വിവേചിച്ചറിയുക എന്നു മാത്രമല്ല, അനീതി തിരിച്ചറിയാനുള്ള കഴിവ് കൂടി അവന് ലഭിക്കുന്നു. സത്യവും അസത്യവും, നന്മയും തിന്മയും വ്യക്തവും കൃത്യവുമായ തിരിച്ചറിയാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് മൂല്യങ്ങൾ തന്നെ. മാധ്യമങ്ങൾ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക ഘട്ടത്തിൽ അധാർമികതയുടെ ഗർത്തങ്ങളിൽ പതിക്കാതെ ഏതു തരത്തിലുള്ള വെല്ലുവിളികളെ സ്വീകരിക്കാനും അത് തരണം ചെയ്യാനും നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാധാന്യമനുസരിച്ച് വസ്തുക്കളെ വേർതിരിക്കാനും സഹായിക്കാനും സഹകരിക്കാനും സാഹചര്യമനുസരിച്ച് പെരുമാറാനും വിട്ടുവീഴ്ച ചെയ്യാനുമെല്ലാം സാധിക്കണമെങ്കിൽ ദൃഢമായ മൂല്യബോധം അവന് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരിക്കണം. അറിവ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കും. എന്നാൽ ആ അറിവ് എങ്ങനെ വേർതിരിക്കണമെന്ന് പഠിക്കണമെങ്കിൽ മൂല്യങ്ങളുടെ അടിസ്ഥാനം ഉണ്ടായിരിക്കണമെന്നത് സംശയാതീതമായ കാര്യം തന്നെ. ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതം ആസ്വദിക്കാൻ നമ്മൾ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.